ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇമോജി മല്ലു മൂവി റിവ്യൂ. MC ജിതിൻ സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, നസ്രിയ ഫഹദ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് സൂക്ഷ്മദർശിനി. സാധാരണ ഫീൽ ഗുഡ് സിനിമകളിൽ കാണുന്ന പോലെ കുറച്ച് കോമഡിയൊക്കെയായി നോർമൽ ആയിട്ടാണ് സിനിമ തുടങ്ങുന്നത്. മെയിൻ കഥാപാത്രമായ നസ്രിയയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അവരുടെ സ്വഭാവമെല്ലാം ആദ്യമേ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ അയൽക്കാർ തമ്മിലുള്ള ബോണ്ടിങ്ങും. അങ്ങനെ കഥ നടക്കുന്ന സ്ഥലം നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് സിനിമയിൽ. പിന്നീട് ബേസിലിന്റെ കഥാപാത്രം തന്റെ അമ്മച്ചിയുമായി അവിടേക്ക് താമസിക്കാൻ വരുന്നത് മുതൽ നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമയുടെ ലെവൽ തന്നെ മാറുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് മിസ്റ്ററിയും ഇൻവെസ്റ്റിഗേഷനും ട്വിസ്റ്റും ടേണും ഒക്കെയായി ഒരു സീറ്റഡ് ത്രില്ലറായിട്ടാണ് സിനിമ പോകുന്നത്. അവസാനം ക്ലൈമാക്സിലുള്ള ട്വിസ്റ്റും അതിന്റെ കണക്ഷൻസും എൻഡിങ്ങുമെല്ലാം വളരെ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് തന്നെയായിരുന്നു. അതുൽ, ലിബിൻ, MC ജിതിൻ എന്നിവർ ചേർന്നാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത്. നല്ലൊരു കഥയും അതിലും ബ്രില്യൻ്റ് ആയിട്ട് എഴുതിയ തിരക്കഥയുമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയത്. ഡയറക്ടർ MC ജിതിന്റെ മേക്കിങ്ങും എടുത്തു പറയേണ്ടതാണ്. സിനിമയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ മുൻപോട്ട് പോകുന്നത്. പെർഫോമൻസിലേക്ക് വന്നാൽ ബേസിൽ ജോസഫിന്റെ നല്ല കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു ഈ സിനിമയിലേത്. ഡാർക്ക് കോമഡിയും സീരിയസ് സിറ്റുവേഷനും അങ്ങനെയെല്ലാം നല്ല കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബേസിൽ. നസ്രിയയുടെ സ്ഥിരം ശൈലിയിലുള്ള ആക്ടിംഗ് ആയിരുന്നെങ്കിലും നല്ല രീതിയിൽ ക്യാരക്ടർ പിടിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ, ദീപക് പറമ്പോൾ, അഖില, പൂജ എന്നിവരുടെ പെർഫോമൻസും എടുത്തു പറയേണ്ട. ഈ സിനിമയിലെ മറ്റൊരു അട്രാക്ഷൻ ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക്കാണ്. സിനിമയിലെ ഇൻട്രസ്റ്റിംഗ് സീനുകളിൽ വരുന്ന BGM ഒക്കെ ഒരു രക്ഷയുണ്ടായില്ല, അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടുകൊണ്ടിരുന്നപ്പോൾ പഴയ ആനിമേഷൻ മൂവിയായ ടിൻടിനിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് സാമ്യം തോന്നിയത് എനിക്ക് മാത്രമാണ്. ശരൺ വേലായുധന്റെ ക്യാമറ വർക്കും ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും കൊള്ളാമായിരുന്നു. സൂക്ഷ്മദർശിനി എന്ന ഈ സിനിമ തിയേറ്ററിൽ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നെനിക്ക് ഉറപ്പു തരാൻ കഴിയും. നല്ലൊരു എൻഗേജിങ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ടാണ് സൂക്ഷ്മദർശിനി എനിക്ക് അനുഭവപ്പെട്ടത്. ഇമോജി മല്ലു റേറ്റിംഗ് ഫോർ ദിസ് മൂവി 3 ഔട്ട് ഓഫ് 5. ഇത് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.